നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1199 ഇടവ മാസത്തിൽ ഓരോ നക്ഷത്രക്കാർക്കുമുള്ള ഫലമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് രോഹിണി, മകയിരം, തിരുവാതിര എന്നീ 3 നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. രോഹിണി നക്ഷത്രം വരുന്നത് ഇടവക്കൂറിലാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആദ്യം നമുക്ക് ഇടവക്കൂറിൻ്റെ സാമാന്യ ഫലങ്ങൾ നോക്കാം. അപ്പോൾ ഇടവക്കൂറിൽ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ വരികയും അതിനെ എതിർത്ത് തോൽപ്പിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന സമയമാണ്. ജോലിസ്ഥലത്ത് കുറച്ച് അധ്വാനഭാരം കൂടുന്ന കാലഘട്ടമാണ്. പൊതുജീവിതത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് അത് ഗുണം ചെയ്യുകയും ചെയ്യും. കാരണം കൂടുതൽ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാനും പൊതുജനങ്ങൾക്കിടയിൽ അംഗീകാരം കിട്ടാനുമൊക്കെയുള്ള യോഗം ഉണ്ട്. പിന്നെ ഒരു അല്പ അഹംഭാവം ഉണ്ട് എന്ന് മറ്റുള്ളവർക്ക് തോന്നിയേക്കാം. ആ ഈഗോ ഒന്ന് കുറച്ച് വെക്കുകയാണെങ്കിൽ പൊതുജന ബന്ധം കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. അപ്പോൾ ഇടവം രാശിയിൽ ഇപ്പം സൂര്യനും വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. ജന്മവ്യാഴം എന്ന് പറയുന്ന ഒരു ദോഷാവസ്ഥയുണ്ട്. കുറച്ച് മാനസിക പ്രശ്നങ്ങളൊക്കെ, മാനസികമായ വിഷമങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. പിന്നെ സൂര്യനും വ്യാഴവും കൂടെ വളരെ അടുത്ത് വന്നു കഴിയുമ്പോൾ മൗഢ്യം ഉണ്ടാകും വ്യാഴത്തിന്. അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്. അത് ജന്മത്തിൽ സംഭവിക്കുന്നു എന്നുള്ള പ്രശ്നമൊക്കെ ഇടവൻ രാശിക്കാർക്ക് അനുഭവപ്പെടും. എങ്കിൽ പോലും അവരുടെ കരിയറിനെ സംബന്ധിച്ചിടത്തോളം പുരോഗതി ലഭിക്കുന്ന ഒരു വർഷമാണ്. സൂര്യൻ ജന്മരാശിയിലേക്ക് കടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കുറച്ച് ഗുണകരമാണ്. വ്യാഴത്തിൻ്റെ കാര്യത്തിൽ വ്യാഴം മനോദുഃഖങ്ങൾ നൽകുമെങ്കിൽ പോലും സാമ്പത്തികമായിട്ട് നോക്കുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ പോകാൻ സാധിക്കും. ഒന്ന് സൂക്ഷിക്കണം എന്ന് മാത്രം. വ്യക്തിപരമായ ജീവിതത്തിൽ സാമാന്യം ഭേദമായിട്ടുള്ള അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പക്ഷെ അപ്പോഴും ചില ടെൻഷന്, ചില ആശങ്കകൾ, ആങ്സൈറ്റിയൊക്കെ ഉണ്ടാകാം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുറച്ച് ചെറിയ നഷ്ടങ്ങളൊക്കെ സംഭവിക്കാം. വരുമാനം വർദ്ധിക്കുമെങ്കിലും അനാവശ്യ ചെലവുകൾ, നമ്മൾ തന്നെ പലപ്പോഴും സൃഷ്ടിക്കുന്ന അനാവശ്യ ചെലവുകൾ ധനം പോകാനായിട്ട്, ധനത്തിൻ്റെ ചോർച്ചയ്ക്ക് കാരണമാകും. കൃഷിയുമായിട്ടും വളർത്തുമൃഗങ്ങളുമായിട്ടും ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നും ധനലാഭം ഉണ്ടാകും. എന്നാൽ വളർത്തുമൃഗങ്ങൾ മൂലം ധനനഷ്ടത്തിനും സാധ്യതയുണ്ട്. ചെലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ടാകും. അതിന് വല്ല ചികിത്സ വേണ്ടി വരികയോ അങ്ങനെയൊക്കെ ചെലവ് വർദ്ധിക്കാനുള്ള സാധ്യതയും ഉണ്ട്. തൊഴിൽപരമായിട്ട് തൊഴിലിൽ ഗുണമാണ്, കരിയറിൽ ഗുണമാണെങ്കിലും നമ്മുടെ പ്രവർത്തന രംഗത്ത് സഹപ്രവർത്തകരുമായിട്ട് സ്വരച്ചേർച്ച കുറവിന് അവസരങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ നിലവിലുള്ള ജോലിസ്ഥലം മാറ്റാൻ പറ്റിയ സാഹചര്യമല്ല. ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവർ ഈ സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ആയുധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ്. അതായത് ആയുധങ്ങൾ എന്ന് നമ്മൾ പറയുന്നെങ്കിലും യന്ത്രങ്ങൾ എന്ന് നമുക്ക് ഇപ്പോൾ പൊതുവെ പറയാം. മെഷീനറിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇടവക്കൂറിൽ വരുന്ന രോഹിണി, മകയിരം നക്ഷത്രക്കാർ, അതുപോലെ തന്നെ കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗത്തുള്ളവർ, അവരൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം യന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ. ഇടവക്കൂറിൻ്റെ ഫലമാണത്. പിന്നെയുള്ളത് സർക്കാരിൽ നിന്നുള്ള ചില ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു മാസമാണ്. അതുപോലെ തന്നെ സർക്കാരിൽ നിന്നിലേക്ക് അടയ്ക്കാനുള്ള, അല്ലെങ്കിൽ ബാങ്കിൽ വഴിയൊക്കെ അടയ്ക്കാനുള്ള ലോണുകൾ മുടങ്ങാൻ ചില സാഹചര്യങ്ങളുണ്ടാകും. പക്ഷേ അത് മുടക്കാതെ അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഭാവിയിൽ അത് നിയമപരമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. പിന്നെയുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ മൂലം മനസ്സംഘർഷത്തിന് സാധ്യതയുണ്ട്. വിവാഹ കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും മൊത്തത്തിൽ സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷം മാത്രമേ വിവാഹം ഉറപ്പിക്കാവുള്ളൂ. വിവാഹം ഉറപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ഈ കൂറിൽപ്പെട്ട ആളുകൾക്ക്. അങ്ങനെ ഒരു സമ്മിശ്ര ഫലം എന്ന് പറയാം. ഗുണകരമായ ഫലം തന്നെ എന്ന് നമുക്ക് പറയാൻ ഒക്കില്ല. പിന്നെ നമ്മൾ ഓരോ നക്ഷത്രക്കാരുടെ ഫലമായിട്ട് നോക്കുമ്പോൾ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖാധിക്യമുള്ള ഒരു സമയമല്ല. തൊഴിലിൽ സമ്മർദ്ദം വർദ്ധിക്കും. തൊഴിലിൽ പുരോഗതി ഉണ്ടാകുമെങ്കിലും തൊഴിൽ മുഖേന ഉള്ള സമ്മർദ്ദം വർദ്ധിക്കും.
മാനസികമായിട്ടുള്ള ഒരു വിഷമം, അതായത് കണ്ടമാനം ജോലിഭാരമുണ്ട്, മറ്റ് എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്കൊന്നും സമയം കിട്ടുന്നില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ തോന്നിയേക്കാം. സാമ്പത്തിക ലാഭമുള്ള ബിസിനസ്സുകൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം. അശ്രദ്ധ കൊണ്ട് അബദ്ധങ്ങൾ സംഭവിക്കാൻ രോഹിണി നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ചതിയിലൂടെ അപകടം പറ്റാതെ ഇരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. ചെലവ് വർദ്ധിക്കുന്ന പല സാഹചര്യങ്ങളുണ്ടാകും. അവിടെയൊക്കെ മിതമായിട്ട് മാത്രം ചെലവ് ചെയ്യുക. ചെലവുകൾക്ക് കണക്ക് കൃത്യമായിട്ട് സൂക്ഷിക്കുക. ചെലവ് ചെയ്യാനായിട്ട് നിർബന്ധിക്കപ്പെടും പല അവസരങ്ങളിലും. കൂടുതൽ ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ എടുത്തു ചാടിയുള്ള സംരംഭങ്ങൾ ചെയ്യണ്ട. ഏതൊരു പുതിയ കാര്യം തുടങ്ങുമ്പോഴാണെങ്കിലും അതിനെപ്പറ്റി നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്താൽ മതിയാകും രോഹിണി നക്ഷത്രക്കാർ. അല്ലെങ്കിൽ അവർക്ക് അതുമൂലം മനസ്സിന് ടെൻഷൻ ഉണ്ടാകാൻ വീണ്ടും ഒരു കാരണം ആയിത്തീരും. മകയിരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മകയിരത്തിൻ്റെ ആദ്യ പകുതി ഭാഗം ഇടവക്കൂറിലും രണ്ടാമത്തെ പകുതി ഭാഗം മിഥുനക്കൂറിലുമാണ് വരുന്നത്. അതിൽ ഇടവക്കൂറിൽ വരുന്ന മകയിരത്തിൻ്റെ ആദ്യ പകുതിക്കാരെ സംബന്ധിച്ചിടത്തോളം യാത്രകൾ ഒരുപാട് ചെയ്യേണ്ടി വരും. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ടതായിട്ട് വരും. സാമ്പത്തിക ഇടപാടുകളിൽ പ്രത്യേകിച്ച് ചെലവ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ചെലവ് വർദ്ധിക്കാൻ ഈ പറഞ്ഞ പോലെ തന്നെ സാഹചര്യങ്ങൾ ഉണ്ടായി വരും. രോഹിണിക്കാരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ മകയിര നക്ഷത്രക്കാർക്കും ചില നിർബന്ധങ്ങൾ ഉണ്ടാകും. ചിലവ് ഇന്ന സ്ഥലത്ത് ചില കാര്യങ്ങൾക്കായിട്ട് പണം മുടക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ നിർബന്ധിക്കാനായിട്ട് എത്തും. നമ്മൾ നന്നായിട്ട് അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട് മാത്രം ആ രംഗത്തോട്ട് ഇറങ്ങിയാൽ മതിയാകും. പ്രവർത്തനങ്ങളിൽ ഉന്മേഷം തോന്നും. നമ്മൾ പുതിയ സംരംഭങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ബിസിനസ് ഉദ്ദേശിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നം അനുഭവപ്പെടും. അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലമാണ്. ഭക്ഷണത്തിലൂടെയുള്ള രോഗങ്ങൾ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മകയിരത്തിൻ്റെ ആദ്യ പകുതിയിൽപ്പെട്ട ആളുകൾ ഭക്ഷണ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ കരിയറിൽ അവർക്ക് സാമാന്യം പുരോഗതി കിട്ടുന്ന ഒരു സമയമാണ്. കരിയറിൽ പ്രൊമോഷൻ കിട്ടാനോ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടാനോ ഒക്കെയുള്ള സാധ്യത മകയിരം നക്ഷത്രക്കാർക്ക് ഉണ്ട്. മകയിരത്തിൻ്റെ രണ്ടാമത്തെ പകുതിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മിഥുനക്കൂറിൻ്റെ അനുഭവങ്ങളും കൂടെ നമ്മൾ നോക്കേണ്ടതാണ്. അവർക്കും യാത്രാ സാധ്യത ഉണ്ട്. ദൂരദേശത്തേക്ക് യാത്ര ചെയ്യേണ്ട സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കടങ്ങളിൽ അവർ കുറച്ച് ബുദ്ധിമുട്ടാനായിട്ട് സാധ്യതയുണ്ട്. വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമാകും. സഹോദര സ്ഥാനത്ത് നിന്നും സഹായം ലഭിക്കുന്ന കാലമാണ്. ദൈനംദിന ജീവിതത്തിലെ കുറേ തടസ്സങ്ങളൊക്കെ നേരിടുമെങ്കിൽ പോലും പ്രതിസന്ധികളെയൊക്കെ മറികടക്കാൻ അവർക്ക് സാധിക്കുന്നതാണ്. പ്രതികൂല സാഹചര്യങ്ങൾ കുറേയൊക്കെ ഉണ്ടാകും, എങ്കിലും അത് സമചിത്തതയോടെ നേരിടേണ്ട സമയവുമാണ്. പിന്നെ മകയിരത്തിൻ്റെ മിഥുനക്കൂറിൽപ്പെട്ട ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സ്ഥാനഭ്രംശം പറയുന്നുണ്ട്. ഇപ്പോഴുള്ള തൊഴിൽ നിന്ന് മാറി മറ്റൊരു ജോലി സ്വീകരിക്കുക, അല്ലെങ്കിൽ ഇപ്പോഴുള്ള പ്രവർത്തന രംഗം മാറ്റി മറ്റൊരു പ്രവർത്തന രംഗത്തേക്ക് മാറുക, ഇതൊക്കെ സംഭവിക്കാം. ശത്രുക്കളിൽ നിന്നും ഭീഷണി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം മിഥുനക്കൂറിൽപ്പെട്ട മകയിര നക്ഷത്രക്കാർക്ക് നേരിടേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ അത്യാവശ്യ രേഖകളും ആഭരണങ്ങളും വിലപ്പെട്ട സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കുകയും വേണം. യാത്രകൾ കൂടുതൽ ചെയ്യുന്ന ഒരവസരം കൂടിയാണല്ലോ. അപ്പം നമ്മൾ ക്ഷമയോടെയും എല്ലാ കാര്യം ചിന്തിച്ചും ചെയ്യുകയാണെങ്കിൽ മകയിര നക്ഷത്രക്കാർക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ പോകാം. എപ്പോഴും അവർ ശ്രദ്ധിക്കേണ്ടത് പണമിടപാടുകളിൽ കൃത്യമായ രേഖകൾ സൂക്ഷിക്കണം. വിലപ്പെട്ട രേഖകൾ നന്നായിട്ട് ശ്രദ്ധയോടെ സൂക്ഷിക്കണം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൃത്യമായിട്ടത് പരിപാലിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. തിരുവാതിര എന്ന് പറയുന്നത് മിഥുനക്കൂറിൽപ്പെടുന്ന നക്ഷത്രമാണ്. മിഥുനക്കൂറിൽപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ട് അല്പം ക്ലേശം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. വരുമാനത്തേക്കാൾ ചെലവ് വർദ്ധിക്കും. അതുപോലെ തന്നെ പൊതുവെ പറഞ്ഞാൽ ശത്രുക്കളുടെ ഉപദ്രവവും ഉണ്ടാകും. തൊഴിൽ രംഗത്ത് ആഡംബര ജീവിതം നയിക്കാനുള്ളൊരു താല്പര്യം ഉള്ളിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ചെലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അന്യ സ്ത്രീകളോടുള്ള താല്പര്യം, പുരുഷന്മാരായ തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് അന്യ സ്ത്രീകളോടുള്ള താല്പര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് അബദ്ധമായി തീരാനുള്ള സാധ്യതയും ഉണ്ട്. ധനനഷ്ടത്തിലേക്ക് വരെ എത്തിച്ചേർന്നേക്കാം. അതുകൊണ്ട് അത്തരം പ്രലോഭനങ്ങളെ സൂക്ഷിക്കുക. കുറേ ഏകാന്തതയും ജീവിതത്തിൽ കുറേ എതിർപ്പുകളും വെല്ലുവിളികളും ഒക്കെ നേരിടേണ്ടി വരുന്നൊരു മാസമാണ് ഈ ഇടവമാസം. അപ്പോൾ തിരുവാതിര നക്ഷത്രക്കാർ അതിനെ നേരിടാനായിട്ട് മാനസികമായിട്ടും തയ്യാറെടുക്കുക. ശത്രുക്കളിൽ നിന്നുള്ള ശല്യം
പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വിലപ്പെട്ട രേഖകൾ കൃത്യമായിട്ട് സൂക്ഷിക്കുക, ധനം കൈകാര്യം ചെയ്യുമ്പോൾ കൃത്യമായ രേഖകൾ പാലിക്കുക. ഇതൊക്കെ തിരുവാതിര നക്ഷത്രക്കാർക്കും ബാധകമാണ്. എപ്പോഴും അനാവശ്യമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബന്ധുക്കളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പെരുമാറുക. പരിചയമില്ലാത്ത ആളുകൾ നമ്മുടെ ജീവിതത്തിലോട്ട് ഇടപെടാൻ വന്നാൽ അവരെ ഒഴിവാക്കി നിർത്തുക. മാന്യമായ രീതിയിൽ തന്നെ ഒഴിവാക്കി നിർത്തുക. ഇപ്പോൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ മാസം നേരിടാൻ പോകുന്ന വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് മറ്റുള്ള ആളുകളുടെ ഇടപെടലാണ്. ബന്ധുക്കളാകാം, സുഹൃത്തുക്കളാകാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് അപരിചിതരായ ചില ആളുകളുടെ ഇടപെടലാകാം. അതൊക്കെ നമുക്ക് വലിയ മാനസിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇടപെടൽ വരുമ്പോഴത്തേക്കും അത് എത്ര അടുപ്പമുള്ളവരാണെങ്കിലും നമ്മുടെ കുടുംബത്തിലേക്ക് അഭിപ്രായവും പറഞ്ഞ് ഇടപെടാൻ വരുമ്പം അതിനെ അങ്ങ് മാറ്റി നിർത്തുക. ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്ന് വളരെ മാന്യമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ മാറ്റി നിർത്തുക. പിണങ്ങാനൊന്നും പോകണ്ട. വെറുതെ എന്തിനാണ് ഒരു ശത്രുവിനെ കൂടെ സൃഷ്ടിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ വളരെ മാന്യമായിട്ട് തന്നെ ഞങ്ങളിത് കൈകാര്യം ചെയ്തോളാം, എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ ആവശ്യപ്പെടാം, അപ്പോഴൊന്ന് ഹെൽപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് മാറ്റി നിർത്താം. പലരും വരും, ഞങ്ങൾ ധനം തന്ന് സഹായിക്കാം, ഞങ്ങൾ നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് പലരും തിരുവാതിര നക്ഷത്രക്കാരെ സമീപിക്കാൻ സാധ്യതയുണ്ട്. അവരെ ഒന്ന് മാറ്റി നിർത്തുന്നതാണ് ഉചിതം. പിന്നെ തിരുവാതിരയുടെ ഒരു പ്രത്യേക ഫലം നോക്കുമ്പോഴും ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്നവർ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് അവർ അഭിപ്രായം പറയുമ്പോഴും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ അവർ ഫയലുകളിൽ നോട്ട് എഴുതുമ്പോഴുമൊക്കെ അഭിപ്രായക്കുറിപ്പ് എഴുതുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. അവരുടെ അഭിപ്രായങ്ങൾ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാം. ഈശ്വരാനുഗ്രഹമൊക്കെ ലഭിക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ അപകടങ്ങളിൽ നിന്നും ഭീഷണികളിൽ നിന്നൊക്കെ മോചനം ലഭിക്കും. എങ്കിലും അലർജി രോഗങ്ങളൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പകർച്ചവ്യാധികൾ ബാധിക്കാനും സാധ്യതയുള്ളൊരു മാസമാണ്. ഹൃദ്രോഗമുള്ളവർ കൃത്യമായിട്ട് ആ ചികിത്സ പാലിച്ചുകൊണ്ടിരിക്കണം, ചികിത്സാക്രമം പാലിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതാണ് നമുക്ക് രോഹിണി, മകയിരം, തിരുവാതിര നക്ഷത്രക്കാരുടെ ഫലമായിട്ട്, ഇടവമാസത്തെ ഫലമായിട്ട് പറയാനുള്ളത്. നിങ്ങൾ പ്രാർത്ഥനകൾ ശക്തിപ്പെടുത്തുക. രോഹിണി നക്ഷത്രക്കാർ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുക, മഹാദേവനെ പ്രാർത്ഥിക്കുക, പിന്നെ അവരുടെ കുടുംബദേവതയ്ക്ക് വഴിപാടുകൾ ചെയ്യുക. അതോടൊപ്പം തന്നെ ഭദ്രകാളി ദേവിക്ക് പ്രത്യേകമായിട്ട് ചുവന്ന പൂക്കൾ കൊണ്ടൊരു അർച്ചന ചെയ്യുക. കാരണം ഈ ശത്രു ദോഷം വരുന്നുണ്ട്. രോഹിണി നക്ഷത്രക്കാർക്കുണ്ട്, മകയിരം നക്ഷത്രക്കാർക്കുണ്ട്, തിരുവാതിരക്കാർക്കുണ്ട്. ഈ 3 നക്ഷത്രക്കാരും ഭദ്രകാളിക്ക് ചുവന്ന പൂക്കൾ കൊണ്ടുള്ളൊരു അർച്ചന രക്തപുഷ്പാഞ്ജലി എന്നുള്ള രീതിയിൽ ചെയ്യണമെന്നില്ല, ശത്രു സംഹാര പുഷ്പാഞ്ജലി ഒന്നും ചെയ്യേണ്ട. എന്നാൽ ഒരു ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുക, ശത്രുദോഷത്തിൽ നിന്നും മോചനത്തിന് വേണ്ടിയിട്ട്. അപ്പം ആ ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ഈ മാസം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതിലൂടെ തന്നെ ഈ അന്യരുടെ ഇടപെടലുകളും ശത്രുക്കളുടെ കുറേ കുൽസിതമായ സംസാരങ്ങളും പ്രവൃത്തികളും ഒക്കെ അങ്ങ് ഒഴിഞ്ഞു പൊക്കോളും. അപ്പോൾ അതാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടത്. രോഹിണി നക്ഷത്രക്കാർ ശ്രീകൃഷ്ണ ഭഗവാനും മഹാദേവനും വഴിപാട് ചെയ്യുക. മകയിര നക്ഷത്രക്കാർ ശാസ്താവിന് വഴിപാട് പ്രത്യേകമായിട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ദേവിക്കുള്ള വഴിപാടും ചെയ്യേണ്ടതാണ്. തിരുവാതിര നക്ഷത്രക്കാർ മഹാദേവന്, ശിവന് വഴിപാട് ചെയ്യുക. കൂവളമാല സമർപ്പിക്കുകയോ കൂവളത്തില കൊണ്ട് പുഷ്പാഞ്ജലി സമർപ്പിക്കുകയോ ഒക്കെ ചെയ്താൽ മതി. അതുപോലെ തന്നെ വിഷ്ണു ഭഗവാനും കൂടെ അവർ വഴിപാട് ചെയ്യുന്നത് ഈ ഒരു അവസരത്തിൽ നന്നായിരിക്കും. ദേവിക്കുള്ള വഴിപാട് 3 നക്ഷത്രക്കാരും കൃത്യമായിട്ടും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ മാസം ശുഭകരമായിരിക്കട്ടെ. അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ ഇടവമാസം കടന്നു പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.